ആരാണ് എന്നെ കെട്ടിയിട്ടുണ്ട്? സാറിനെ കെട്ടിയിടുന്നത് ഞങ്ങളാ. സാറിനുള്ള പണി പിന്നാലെ പറഞ്ഞിട്ടുണ്ട്. അഴിച്ചു വിടറ എന്നെ. എന്നെ അഴിച്ചു വിടറോ. സാറിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ എനിക്കുള്ള ഓർഡർ. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരൊറ്റൊരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. താൻ കാണണ്ടോന്ന് തന്നെ കാണുന്നില്ലോ, പിന്നെ തനിക്ക് എന്തിനാടോ കണ്ണ്? ഒറ്റൊരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അതിന് സാറി പുറലോ കണ്ടിട്ടുണ്ടേ. സാറ് കാണുന്ന അവസാനത്തെ സീനാണത്. ഈ ദൈവത്തിന്റെ പേരും വെച്ച് നീ ചെയ്തു കൂടെന്തൊക്കെ ശരിയാണോ പരമേശ്വര? സത്യം പറ, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? നിങ്ങളൊക്കെ ആരാ? അതൊക്കെ പറയാം. ഗവൺമെന്റ് ജോലിയും നല്ല സാലറിയും എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. എന്നാൽ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയാലേ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. ഇത് മാസം എത്ര രൂപ ശമ്പളം, പിന്നെ എത്രയുടെ കൈക്കൂലി? അത് 4, 5 5 ലക്ഷം ഒരു മാസം അല്ലേ? അപ്പൊ ഒരു വർഷം 10-60 ലക്ഷം രൂപ അല്ലേ? ഒരു 10 വർഷമാണെങ്കിൽ നിനക്ക് അപ്പൊ എത്ര കോടി രൂപ കിട്ടും? എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യാൻ തരാം. എന്ത് വേണമെങ്കിലും തരാം. ഓ, ഞങ്ങൾക്കും കൈക്കൂലിയാ. സാറ് ആള് കൊള്ള. സാറേ, ഞങ്ങൾക്ക് എത്ര തരും? എത്ര വേണമെങ്കിലും തരാം. എത്ര വേണമെങ്കിലും. സാറിന്റെ വീട്ടില് ബെഡ്റൂമിന്റെ അടിയിലുള്ള രഹസ്യറ, അവിടെ ഒരുപാട് കോടികൾ ഉണ്ടല്ലേ. ഇതൊക്കെ ഞങ്ങൾ എടുത്തോ. അതൊക്കെ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. പട്ടികളെ ഒക്കെ ഇതിന് ഞാൻ കൊന്നളയും. ഞാൻ ഇവിടെ മിണ്ടല്ലട ചേറ്റെ. നിന്റെ മുന്നിലെത്തണ ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. അതിന്ന് ചോര ഊറ്റി കുടിച്ച് നീ വീർപ്പിച്ച് വെച്ചാണ് നിന്റെ ശരീരം ഉണ്ടല്ലോ, അത് നിനക്കിനി വേണ്ടടാ. പ്ലീസ് എന്നെ കൊല്ലരുത്. ഈ കസേരയിൽ ഇരുത്തിയിട്ടേ ഇന്ന് വരെ ഞങ്ങൾ ഒരാളും ജീവനോടെ വിട്ടിട്ടില്ല. നിനക്ക് ഞങ്ങൾ ഒരു അവസരം തരാം. എന്നെ കൊല്ലരുത്. എന്നെ വെറുതെ വിടണം. ഞങ്ങൾക്കൊന്നും വേണ്ട. നീ അനധികൃതമായി സമ്പാദിച്ചതെല്ലാം ഉത്തരവാദപ്പെട്ടവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. 5 പൈസ പോലും കൈക്കൂലി വാങ്ങിക്കരുത്. നിന്റെ മുമ്പിൽ വരുന്ന ഫയലുകൾ വൃത്തിയായി നോക്കി വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കണം. ഇനി നീ കൈക്കൂലി മേടിച്ചു പറഞ്ഞ പിന്നെ നീ ഇല്ല, തീർന്നു. ഇനി ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് 4 പെഗിന്റെ ബലത്തിൽ ഞങ്ങളങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാന്ന് നിനക്ക് അങ്ങനെ തോന്നിയാ, നീ പോലും അറിയാതെ നിന്നിവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ, നിന്റെ ബെഡ്റൂമിന്റെ അടിയിൽ നീ ഒളിപ്പിച്ചു വെച്ച രഹസ്യം അറിയുന്ന നിന്റെ സമ്പാദ്യം മുഴുവൻ ഞങ്ങൾക്ക് എടുക്കാൻ അറിയാമെങ്കിൽ, നിന്നെ ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും വേണ്ടി വരില്ല. നീ വീണ്ടും ഞങ്ങളുടെ മുന്നിൽ വരും, പിന്നെ നീ തിരിച്ചു പോവില്ല. ഓർക്കണം. അന്ന് പിന്നെ അഴിച്ചു വിട്ടാലോ? അതിന് സമയമായില്ലല്ലോ. ഇത്രയൊക്കെ ചെയ്താലേ എന്തെങ്കിലും ഒരു സമ്മാനം വേണ്ടേ? അതിന് അർഹതപ്പെട്ടവര് ഇപ്പൊ വരും കേട്ടാ. അതാണ് നിങ്ങളല്ലേ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നത്? അത് വേണ്ടേ? ഞങ്ങൾ എത്ര പ്രാവശ്യം ഷാരുടെ ഓഫീസിൽ വന്നു, സാർ സർട്ടിഫിക്കറ്റ് തന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ
സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? അതിന് അതിൻ്റേതായ ചില വഴികളൊക്കെ ഉണ്ട്. അതെന്ത് വഴിയാ? അതിനൊക്കെ ചില വഴികളുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഈ കാറിൽ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്ത്? കറങ്ങിയിട്ട് വരാം. വന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കും. വാ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. സർട്ടിഫിക്കറ്റ് ഓക്കെ, വാ. ഞങ്ങൾക്ക് തന്നെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട. വാടി, നമുക്ക് പോവാം. ഏയ് പോവല്ലേ മക്കളെ, വാ, സർട്ടിഫിക്കറ്റ് റെഡി. ഞങ്ങൾ ചോദിച്ച സർട്ടിഫിക്കറ്റ് സാർ തന്നില്ലല്ലോ. സാറിന് എന്നാ ഞങ്ങളും സർട്ടിഫിക്കറ്റ്